നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. വിപുലമായ ആഘോഷ പരിപാടികളാണ് നാടെങ്ങും ഒരുക്കിയിരുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റ് സമ്മേളനം കല്ലൂരിൽ നടത്തി. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് കാർമ്മികനായി. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദി ഉദ്ഘാടനം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. ജില്ലാതല ആഘോഷ പരിപാടികൾ തേക്കിൻകാട് പൈത്താനിയിലാണ് ഒരുക്കിയിരുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, SPC, NCC, ടീം കേരള യൂത്ത് ഫോഴ്സ് ഉൾപ്പെടെ 20 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. സെന്റ് ആൻസ് കോൺവെന്റ്, സെന്റ് ജോസഫ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലാറ്റൂൺ പരേഡിന് മികവേകി. വനിതാ സെൽ സബ് ഇൻസ്പെക്ടർ PV സിന്ധു പരേഡ് നയിച്ചു. DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ PV ശിവശങ്കരനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. വിവിധ സ്കൂളുകളിലെ സംഗീത അധ്യാപകർ ദേശഭക്തിഗാനവും കളക്ടറേറ്റിലെയും തൃശൂർ തഹസിൽദാർ ഓഫീസിലെയും ജീവനക്കാർ നൃത്തവും അവതരിപ്പിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി മൊമെന്റോ സമ്മാനിച്ചു. തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. കോവിഡ് പ്രോട്ടോകോളും ഹരിതചട്ടവും പാലിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ, റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നാടെങ്ങും ഒരുക്കിയിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ആമ്പല്ലൂർ INTUC ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ദേശീയ പതാക ഉയർത്തി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഡേവിസ് അക്കര റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. നിയുക്ത മണ്ഡലം പ്രസിഡന്റ് ആൻസ് കണ്ണമ്പുഴ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ, വൈസ് പ്രസിഡന്റ് K രാജേശ്വരി, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ജയൻ കൂവക്കാടൻ, MP വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് KM ബാബുരാജ് പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ഷാജു കാളിയങ്കര, രതി ബാബു, CC സോമസുന്ദരൻ, ആൻസി ജോബി, പ്രീതി ബാലകൃഷ്ണൻ, CP സജീവൻ, സുമ ഷാജു, ഫിലോമിന ഫ്രാൻസിസ്, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പ്രിൻസിപ്പൽ NJ സാബു പതാക ഉയർത്തി. കെയർടേക്കർ KJ ജൽസൺ സന്നിഹിതനായിരുന്നു. സീനിയർ അണ്ടർ ഓഫീസർ K മുഹമ്മദ് ഫവാസ് റിപ്പബ്ലിക് ഡേ പരേഡിന് നേതൃത്വം നൽകി. പതാക ഉയർത്തുന്നതിന് മുന്നോടിയായി ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്നും പോളിടെക്നിക് കോളേജിലേക്ക് NCC കേഡറ്റുകൾ പരേഡ് നടത്തി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പൂക്കോട് SNUP സ്കൂളിൽ പ്രധാന അധ്യാപിക CK ബിന്ദുമോൾ പതാക ഉയർത്തി. റിട്ടയേർഡ് കോസ്റ്റ് ഗാർഡ് IG TP സദാനന്ദൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. 2 തവണ രാഷ്ട്രപതിയിൽ നിന്നും വിശിഷ്ട സേവാ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള അദ്ദേഹം കുട്ടികളോട് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും വിശദമായി സംസാരിച്ചു. റിട്ടയേർഡ് CI CK ആനന്ദകുമാരൻ, CV ബാബുരാജ്, പൂർവ്വ വിദ്യാർത്ഥി KS ഗിരിജ, ഷൈനി യോഹന്നാൻ, സിനി റാഫേൽ എന്നിവർ സന്നിഹിതരായി. EP ഗീതാഞ്ജലി ഭരണഘടനയുടെ ആമുഖം അവതരിപ്പിച്ചു. മധുരപലഹാര വിതരണവും നടത്തി. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് ക്വിസ് മത്സരം, ഉപന്യാസ മത്സരം, പ്രസംഗം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. റിപ്പബ്ലിക് ദിനാചരണത്തിൻ്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. AK ബാലൻ, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിൻ്റെ 2023-2024 വർഷത്തെ പുസ്തകം വാങ്ങൽ പദ്ധതി പ്രകാരം
മനക്കുളങ്ങര ലൈബ്രറി, അഴകം യുവജന സംഘം വായനശാല, യൂണിയൻ വായനശാല, ചെറുകാട് ലൈബ്രറി, സമന്വയ വായനശാല, ജവഹർലാൽ ലൈബ്രറി എന്നിവിടങ്ങളിലേക്കുള്ള പുസ്തകങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു. പറപ്പൂക്കര പഞ്ചായത്തിൽ തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ കുട്ടി കർഷക അവാർഡ് ജേതാവായ KR വിജയരാജു ഉദ്ഘാടനം ചെയ്തു. തൊട്ടിപ്പോൾ KSUP സ്കൂൾ ലീഡർ R നിവേദ്യ ഷിബു അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സമേതം RP MV ജ്യോതിഷ് അവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ്, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് അംഗങ്ങളായ KK പ്രകാശൻ, നന്ദിനി സതീശൻ, നന്ദിനി രമേശൻ, TK സതീശൻ, A രാജീവ്, രാധാ വിശ്വംഭരൻ, ഷീന പ്രദീപ്, ഷീബ സുരേന്ദ്രൻ, ശ്രുതി ശിവപ്രസാദ്, KSUP സ്കൂൾ പ്രധാനാധ്യാപിക MK സുനജകുട്ടി, പാർലമെന്റ് 11ാം വാർഡ് പ്രതിനിധി VD ഐശ്വര്യ, 13ാം വാർഡ് പ്രതിനിധി MS അനാമിക എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി അവരുടെ ആവശ്യങ്ങൾ, അഭിപ്രായങ്ങൾ, പദ്ധതികൾ എന്നിവ കൂട്ടായ ചർച്ചയിലൂടെ കണ്ടെത്തി ത്രിതല പഞ്ചായത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ്. എല്ലാ വാർഡുകളെയും പ്രതിനിധീകരിച്ച് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. നമുക്കത് പോലീസുമായി കത്ത് കൊടുത്തിട്ട് അത് വ്യാപകമാക്കാം. നിങ്ങൾ പറയാതെ പോയൊരു കാര്യം, നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരിയുടെ ഉപയോഗം വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മൾ പലതവണ ക്ലാസ്സുകൾ നടത്തിയിട്ടും ബോധവൽക്കരണം നടത്തിയിട്ടും ഇപ്പോഴും അതിനടിമപ്പെട്ടുള്ള ചില വിദ്യാർത്ഥികളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മളിവിടെ തദ്ദേശ സമേതം, ജില്ലാ പഞ്ചായത്തിന്റെ തദ്ദേശ സമേതം എന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഞങ്ങൾ സ്കൂൾ ഏറ്റെടുത്ത, തൊട്ടിപ്പാട് സ്കൂൾ ഏറ്റെടുത്ത പരിപാടിയാണ് ഈ കുട്ടികളുടെ പാർലമെന്റ്. നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയൊക്കെയാണ് അവരുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്? മറ്റ് പഞ്ചായത്തുകളെ ഞങ്ങളുടെ വീട്ടിൽ കാണുമ്പോൾ പലപ്പോഴും യൂണിഫോമിന്റെ കുട്ടികളെയാണെന്ന് കൂടുതലായിട്ട് കാണാം. ഇത് കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷെ നമ്മളിപ്പോൾ അവരാണെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ നിർബന്ധമായിട്ടും ഒരു 6 തന്നെ കുട്ടികൾ വേണമെന്നൊരു ആഗ്രഹിച്ചിട്ടായിരുന്നു. ഞാനത് ഇപ്പോൾ അവരോടും നമ്മുടെ പ്രസിഡന്റിനോട് ഷെയർ ചെയ്തപ്പോൾ ഒരു ഭാഷ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ മുപ്പിളിയം 116 നമ്പർ അംഗൻവാടിയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. വാർഡ് അംഗം വിജിത ശിവദാസൻ പതാക ഉയർത്തി. സാഹിത്യകാരനായ വർഗീസ് ആന്റണി മുഖ്യ അതിഥിയായി. അങ്കണവാടി വർക്കർ വനജ, ഹെൽപ്പർ വിജയ, ALMC അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ദേശീയ പതാക ഉയർത്തി. അങ്കണവാടി വർക്കർ KK അംബിക, ഹെൽപ്പർ ചിത്ര പ്രതീഷ് എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂരിൽ യൂണിറ്റ് സമ്മേളനം കല്ലൂരിൽ നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K ചന്ദ്രൻ അധ്യക്ഷനായി. KSSPU പ്രസിഡന്റ് MA ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി PS ഗിരിജ വല്ലഭൻ, ട്രഷറർ VK രാജാമണി, വൈസ് പ്രസിഡന്റ് K ഗൌരി, ജോയിന്റ് സെക്രട്ടറി CK മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം NK സഹദേവൻ, ബ്ലോക്ക് ട്രഷറർ K സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികൾക്കായുള്ള തിരഞ്ഞെടുപ്പും വിവിധ കലാസാഹിത്യ മത്സരങ്ങളും നടത്തി. പെൻഷൻ കഴിഞ്ഞാൽ ശിഷ്ടകാലം വിശ്രമം എന്ന് പറയാം. ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഏതൊരു മേഖല എടുത്ത് നോക്കിയാലും എല്ലാവരും ഇപ്പം പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നവരായിരിക്കാം വേണ്ടത്. പക്ഷെ എല്ലാവരും സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തന്നെയാണ്. അപ്പൊ ശിഷ്ടകാലം ഒത്തുകൂടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും സമൂഹത്തിന് വേണ്ടിയിട്ട്. കാരണം ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവര് കണ്ണൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് കാർമ്മികനായി. ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി സഹകാർമ്മികനായി. വൈകിട്ട് പാളിക്കപ്പറമ്പ് കപ്പേളയിൽ വിശുദ്ധ കുർബാന, തുടർന്ന് കപ്പേളയിൽ നിന്ന് പള്ളിയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. വർണ്ണമഴയും ഒരുക്കിയിരുന്നു. വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ, കൈക്കാരന്മാരായ വർഗീസ് രായപ്പൻ,
പോൾസൺ തേറാട്ടിൽ, ബിജു ആലപ്പാടൻ, ജനറൽ കൺവീനർമാരായ ലിജു ചിറയത്ത്, ഷൈജൻ താഴേക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ 6:15 ഇടവകയിലെ പരേതർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന നടക്കും. ഞായറാഴ്ച വൈകിട്ട് 5 ശതോത്തര സുവർണ ജൂബിലി സമാപന സമ്മേളനം നടക്കും. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും. വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ അധ്യക്ഷത വഹിക്കും. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദി ഉദ്ഘാടനം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6:30 നടക്കുന്ന പൊതുസമ്മേളനവും ശതാബ്ദി ആഘോഷ പ്രഖ്യാപനവും അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന ശതാബ്ദി ഉദ്ഘാടനം മാർ ടോണി നീലങ്കാവിലും മന്ത്രി കെ രാജനും ചേർന്ന് നിർവഹിക്കും. TN പ്രതാപൻ MP അധ്യക്ഷത വഹിക്കും. കെ രാമചന്ദ്രൻ MLA ലോഗോ പ്രകാശനം നടത്തും. പുതുക്കാട് ഫെറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി രഞ്ജിത്ത് നീലകണ്ഠൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ സുരേഷ് നെല്ലിശ്ശേരി, മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, സുനിൽകുമാർ തെക്കൂട്ട്, സജീവൻ പണിക്കപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടൊപ്പം 20 ദേശങ്ങളിലും കൊടികൾ ഉയർത്തി. തുടർന്ന് ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിന്റെ സമർപ്പണം നടന്നു. ഉപദേശക സമിതി ചെയർമാൻ TS അനന്തരാമൻ, രക്ഷാധികാരി സിദ്ധാർത്ഥ് പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് ഓഡിറ്റോറിയം സമർപ്പിച്ചു. ജനുവരി 31-നാണ് മതിക്കുന്ന് ക്ഷേത്രത്തിലെ വേല മഹോത്സവം. സമയത്തും ജില്ലാ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയോടനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ പഞ്ചായത്തും ചേർന്ന് നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിൽ ജെൻഡർ അവയർനെസ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TJ അശോകൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PP ആൻഡ്രു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റോസ്ലി തോമസ് അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ പ്രവർത്തകൻ EK സത്യൻ, ഷിജി ഷാജി, NCG ജോൺ, അശ്വതി എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് പ്രചോദനികേതൻ കോളേജ് കൊമേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടനം സൗത്ത് ഇന്ത്യൻ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ C ലക്ഷ്മി ദേവി നിർവഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ബിനു പി ചാക്കോ അധ്യക്ഷനായിരുന്നു. കോളേജ് യൂണിയൻ ചെയർമാൻ TP തിയോഫിൻ, വകുപ്പ് മേധാവി അലൻ ലൂക്കോസ്, അസോസിയേഷൻ ഡയറക്ടർ R രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അസോസിയേഷൻ സെക്രട്ടറി ആഗ്നസ് ഷാജുവിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങൾ നടന്നു. ആളൂർ സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച ഫാദർ ആൻഡ്രോ പാണാടന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, രൂപമെഴുന്നള്ളിച്ചുവയ്ക്കൽ എന്നിവയെ തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ച ഫാദർ ചാക്കോച്ചൻ കാട്ടുപറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാനയും ഉച്ചകഴിഞ്ഞ് പ്രദക്ഷിണവും ഉണ്ടാകും. തിങ്കളാഴ്ച ടൗൺ അമ്പാഘോഷം നടക്കും. ഭരത ഹോളി ട്രിനിറ്റി പള്ളിയിലെ പരിശുദ്ധ തൃത്വത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 6:45 വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിജോ മാളിയേക്കൽ കാർമ്മികനാകും. തുടർന്ന് അമ്പെഴുന്നള്ളിപ്പ് വൈകിട്ട് 5 സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിൽ ലതിഞ്ഞ് നൊവേന, തുടർന്ന് ചെമ്പംകണ്ടം സെന്റ് മേരീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണമുണ്ടായിരിക്കും. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടയിൽ കാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പോഴിക്കുന്നേൽ സന്ദേശം നൽകും. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ പള്ളിയിലെ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാളുകൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 6:15 ഫാദർ ആൻഡ്രൂ വട്ടോലിയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, പ്രസുതേന്തി വാഴ്ച, ലതീഞ്ഞ്, നൊവേന, രൂപമെഴുന്നള്ളിച്ചുവയ്ക്കൽ, അമ്പെഴുന്നള്ളിപ്പ്, രാത്രി 11 അമ്പ് പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കും. ഞായർ രാവിലെ 10 ഫാദർ ആന്റണി തെക്കിനിയത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യബലി, ഫാദർ ജോളി വടക്കന്റെ സന്ദേശം, ഉച്ചകഴിഞ്ഞ് 3 ഫാദർ ഷാജു കളപ്പുരക്കലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം, രാത്രി 7 കൊച്ചിൻ കലാഭവന്റെ മെഗാ ഷോ എന്നിവയുണ്ടാകും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് അംഗം സലീഷ് ചെമ്പാറയുടെ നേതൃത്വത്തിൽ 14-ാം വാർഡ് യൂത്ത് വിങ്ങും വാർഡ് കുടുംബശ്രീ ADS കമ്മിറ്റിയും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തുന്നു. ഞായർ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പാലക്കിപ്പറമ്പ് VLP സ്കൂളിലാണ് ക്യാമ്പ്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഗൈനക്കോളജി, പാത്തോളജി, ഓർത്തോപീഡിക്, ഓഫ്താൽമോളജി,
ഫാർമസി എന്നീ വിഭാഗങ്ങളിലായി വിദഗ്ധരായ മെഡിക്കൽ സംഘത്തിന്റെ പരിശോധന ഉണ്ടായിരിക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം TN പ്രതാപൻ MP നിർവഹിക്കും. രജിസ്ട്രേഷനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9400 722 943 89415925. ഇന്റർനാഷണൽ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഞായറാഴ്ച വൈകുന്നേരം 4-ന് കിഴക്കേക്കോടാലി ഗ്രാമമന്ദിരത്തിൽ വെച്ച് നടക്കും. കാലാവസ്ഥ: ഇന്ന് കൂടിയ ചൂട് 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള ഫാർമസിസ്റ്റിന്റെ ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത: ഫാർമസിയിൽ ഡിപ്ലോമ, ബിരുദം, ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ. താൽപര്യമുള്ളവർ അപേക്ഷ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം തിങ്കളാഴ്ച 2 മണിക്ക് മുൻപായി സൂപ്രണ്ട്, മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം, പാടി PO 680699 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് 9447669681 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 5780 രൂപ, പവന് 46,240 രൂപ. പറപ്പൂക്കര PVS ഹൈസ്കൂൾ റിട്ടയർഡ് പ്രധാന അധ്യാപിക വരന്തരപ്പള്ളി ശ്രീവത്സത്തിൽ വത്സല അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. ചന്ദ്രശേഖരനാണ് ഭർത്താവ്. അനൂപ് ചന്ദ്രൻ, ധന്യ എന്നിവർ മക്കളും, വിദ്യ, സുഭാഷ് എന്നിവർ മരുമക്കളുമാണ്. അന്തരിച്ച മുൻ DCC പ്രസിഡന്റും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന MP ഭാസ്കരൻ നായർ സഹോദരനാണ്. അളഗപ്പ നഗർ പോന്നൂര് തയ്യാലക്കൽ റപ്പായിയുടെയും ത്രേസ്യയുടെയും മകൻ പോൾസൺ അന്തരിച്ചു. 68 വയസ്സ്. സംസ്കാരം നടത്തി. അനിതയാണ് ഭാര്യ. ബെൻസി, ബെൻഡോ, ബ്ലെസി എന്നിവർ മക്കളും, പ്രശാന്ത്, ക്ലിൻ, ലച്ചു എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കണ്ണമ്പത്തൂർ മഞ്ഞളി പരേതനായ ജോർജിന്റെയും ത്രേസ്യയുടെയും മകൻ മനോജ് അന്തരിച്ചു. 50 വയസ്സ്. സംസ്കാരം പിന്നീടാണ്. സഹോദരിമാർ ബീന, ഷീന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. വിപുലമായ ആഘോഷ പരിപാടികളാണ് നാടെങ്ങും ഒരുക്കിയിരുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റ് സമ്മേളനം കല്ലൂരിൽ നടത്തി. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് കാർമ്മികനായി. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദി ഉദ്ഘാടനം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.